ചിപ്സിനായിട്ട് എടുത്തിരിക്കുന്ന കായ തൊലി കളഞ്ഞ് അല്പനേരം വെള്ളത്തിലിടുക. അതിനുശേഷം നൈസായിട്ട് അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ കഴുകുക. നന്നായി വെള്ളം കുടഞ്ഞു കളഞ്ഞ ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് കായ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ചിപ്സിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ ബനാന ചിപ്സ് തയ്യാറായിട്ടുണ്ട്. ചക്കരവരട്ടിക്ക് ആവശ്യമായ കായ എടുത്ത് തൊലി കളഞ്ഞ് അല്പനേരം വെള്ളത്തിലിടാം. അതിനുശേഷം കായ ഷേപ്പിൽ അരിഞ്ഞ് അല്പം മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയെടുക്കാം. വെള്ളം തോരാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് കായ വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കായ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കായ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ ചക്കരവരട്ടിക്ക് എടുത്തിരിക്കുന്ന ശർക്കര പാനിയാക്കാം. മറ്റൊരു പാനിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അല്പം കുറുകാവുന്ന വരെ ഇളക്കി കൊടുക്കുക. ശർക്കര നന്നായിട്ട് കുറുകി വരുമ്പോൾ അതിലേക്ക് കായ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് ജീരകപ്പൊടിയും ചുക്ക് പൊടിയും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കാം. അല്പം നെയ്യും ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കുറച്ചുകൂടെ ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഡ്രൈ ആകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കരവരട്ടി തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.